Before Dr. Ron Charles speaks, I'd like to say one brief thing. Pastor just came in this evening by 4:30, I guess. വൈകിട്ട് 4:30 എയർപോർട്ടിൽ വന്നത്. And without the essential rest, we thank you for your sacrificial efforts for being here. I'm sure that you had time to change your dress. That's about it. വസ്ത്രം മാറാൻ മാത്രമേ സമയം എടുത്തിട്ടുള്ളൂ. About 17 hours or maybe more. I don't know how many hours you flew. How many hours did you have to fly? From Amsterdam. Maybe 17 hours? Maybe around ഏകദേശം 17 മണിക്കൂറുകൾ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിന് ശേഷം ഇന്ന് രാത്രിയിൽ വിശ്രമം കൂടാതെ ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. കരങ്ങളടിച്ച് വിൽ ജസ്റ്റ് താങ്ക് യു സർ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. It's a privilege to be here. ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലും ഒരു ഭാഗ്യമാണ്. I'm always very excited to come back. It's been I have some good memories of this church. ഈ സഭയെ കുറിക്കുന്ന ചില അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ എനിക്കുള്ളതും കൊണ്ട് ഓരോ പ്രാവശ്യവും ഇവിടെ കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അനുഗ്രഹമായി കണക്കിടുകയാണ്. I'm always excited to accept the invitation from your pastor. പ്രത്യേകിച്ച് ഇവിടുത്തെ ശുശ്രൂഷകന്മാർ എന്നെ ക്ഷണിക്കുന്നത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. It's one of the great churches of this region. ഈ പ്രദേശത്തിലുള്ള ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സഭയാണല്ലോ ഇത്. And thank you so much for coming out tonight. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. We'll be ministering from Genesis, the 9th chapter. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 9ാം അധ്യായത്തിൽ നിന്നും ഞാൻ ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. We will begin to read verse number 13, and we will read 13 through 17. ഉൽപ്പത്തി പുസ്തകം 9ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 13 through 17. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാനും നിങ്ങളും സർവ്വജടവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജടവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജടത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്ന് ദൈവം നോഹയോട് അറിയിച്ചു. The rainbow. മഴവില്ല്. There's probably nothing or very few things in this world that is more beautiful than a rainbow. ഒരുപക്ഷേ ഈ ഭൂമിയിൽ നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സകല വസ്തുക്കളിലും ഏറ്റവും മനോഹരമായ ദൈവ സൃഷ്ടിയുടെ ഒരു ഭാഗമായിരിക്കും മഴവില്ല്. The rainbow was placed in the clouds by God. ദൈവത്താൽ ഈ മഴവില്ല് മേഘങ്ങളിൽ ദൈവം നിയമിച്ചു. As a token to mankind and all living on the earth that he would not destroy the earth by water again. ഈ ഭൂമിയെയോ സകല ജഡത്തെയും വെള്ളത്താൽ ഇനി മേലാൽ നശിപ്പിക്കുകയില്ല എന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഇല്ലെങ്കിൽ ആ നിയമത്തെ ഓർപ്പിക്കുന്ന ഉടമ്പടിയെ ഓർപ്പിക്കുന്ന അടയാളം. This is a promise that God made to us. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണിത്. And every time we see a rainbow now, ഓരോ പ്രാവശ്യവും ഒരു മഴവില്ല് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചാൽ, whether in the clouds, ഇത് മേഘങ്ങളിലാണെങ്കിലും, in a waterfall of the mist, ഇല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ അരികിൽ കാണുന്ന ഒരു മഴവില്ലായിരിക്കും. If you're washing your car with water, you'll see a rainbow occasionally. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വണ്ടി കഴുകുമ്പോൾ അതിന്റെ അകത്തുനിന്ന് ഉയരുന്ന മിസ്റ്റിന്റെ അകത്ത് ചിലപ്പോൾ ഒരു മഴവില്ല് കാണാൻ സാധിക്കും. The beauty never loses its value. അതിന്റെ സൗന്ദര്യത്തിന് ഒരിക്കലും കുറവുണ്ടാകുകയില്ല. It's still one of the most beautiful sights on the earth. ഇന്നും ഏറ്റവും മനോഹരമായി കാണുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. And as you drive down the street, I'm sure that when you see a rainbow, you say, "Look." ആ മഴവില്ല് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ സന്തോഷിക്കുവാനിടയായി തീരും. Because it's beautiful. കാര്യം സൗന്ദര്യമുള്ളതാണ്. But more than the rainbow's beauty is the promise that goes with it. മഴവില്ലിന്റെ സൗന്ദര്യത്തെക്കാൾ അധികം അതിന്റെ പ്രയോജനമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ അതിന്റെ പിൻപിലുള്ള ഉടമ്പടി ഓർക്കുവാൻ നമ്മൾ മറക്കരുത്. That covenant is for you and me. ആ ഉടമ്പടി നമ്മൾക്കുള്ളത്. Between God Almighty.
സർവശക്തനായ ദൈവവും നമ്മളും തമ്മിലുള്ളത്. And we can take that as our promise, just like Noah could take it for his promise. ദൈവം നോഹയ്ക്ക് നൽകിയ ആ വാഗ്ദത്തം നോഹ സ്വീകരിച്ചതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ആ വാഗ്ദത്തം സ്വീകരിക്കുവാൻ സാധിക്കും. And as long as the earth remains, ഈ ഭൂമി നിലനിൽക്കുന്നിടം വരെയും that promise will be intact. ഈ വാഗ്ദത്തം നിശ്ചയമായിട്ടും നിലനിൽക്കും. Now, what caused this great covenant to go into existence was the great flood that destroyed all. ഈ വലിയ ഉടമ്പടി, ഈ വലിയ ദൈവികമായ വ്യവസ്ഥ നിലവിൽ വരുവാൻ കാര്യമെന്ത്? ഒരിക്കൽ ഒരു വലിയ ജലപ്രളയത്തിൽ സകല ജഡത്തെയും നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. This was the most devastating catastrophe to ever hit the earth. ലോകത്തിൽ, ഇന്ന് കാണുന്ന ലോകത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ അനർത്ഥങ്ങളിൽ ഏറ്റവും വലിയ അനർത്ഥമായിരുന്നു. Scientists have estimated, and a very good friend of mine was one of these that did the estimation. സയന്റിസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തതനുസരിച്ച്, എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞതനുസരിച്ച്, they say that when the rains came from the clouds and also came from underneath the earth, മഴ ഭൂമിയുടെ മുകളിൽ നിന്ന് വീഴുകയും ഭൂമിയുടെ ഉറവകൾ തുറക്കുകയും ചെയ്തപ്പോൾ, that the water raised on the earth 17 centimeters every minute. ഓരോ മിനിറ്റിലും 17 സെന്റിമീറ്റർ അളവിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. And so it would only take less than 10 minutes to cover me. 10 നിമിഷങ്ങൾക്കകം എന്നെ മുഴുവൻ മുക്കിക്കളയുന്ന വെള്ളം അവിടെ ഉയർന്നു കഴിഞ്ഞു. And at that rate of the water rising, it rose at that rate for 40 days. 40 ദിവസങ്ങൾ 17 സെന്റിമീറ്റർ അളവിൽ എല്ലാ മിനിറ്റിലും ആ വേഗതയിൽ 40 ദിവസങ്ങൾ മഴ പെയ്തു. There was not time to run to safety. എങ്ങും ഓടിപ്പോകുവാൻ യാതൊരു സൗകര്യവുമില്ല. Everything was destroyed. എല്ലാം തകർന്നു. And not only that, because with the extra amount of water, it caused more volcanic activity. ഈ വെള്ളങ്ങളെല്ലാം ഒരുമിച്ചിങ്ങനെ വരുമ്പോൾ ഈ അഗ്നിപർവ്വതങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുവാനിടയായി. Today we have over 400 volcanoes that are active in the world. ഇന്ന് ലോകത്തിൽ ഏകദേശം 400 വോൾക്കനോസ്, അഗ്നിപർവ്വതങ്ങൾ കാണുവാൻ സാധിക്കും. At that time, scientists says we had over 4,000. അന്ന് ഏകദേശം 4000 അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സയന്റിസ്റ്റ് പറയുന്നു. And so those disasters went along with the flood. ആ വലിയ സ്ഫോടനങ്ങളും ഈ വലിയ വെള്ളപ്പൊക്കത്തോടൊപ്പം ഉണ്ടായി. And it was the most catastrophic event that we could possibly imagine. ഒരുപക്ഷേ ഇന്ന് ലോകത്തിൽ ഭാവനയിൽ കാണുവാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ തകർച്ചയുടെ ഒരു സംഭവം അന്ന് നടന്നു. And all was destroyed. സകലതും തകർന്നു. I had an opportunity to be chosen to go on a search for Noah's Ark expedition. നോഹയുടെ പെട്ടകത്തെ അതിനെ കണ്ടുപിടിക്കുവാൻ പോയ ഒരു എക്സ്പെഡിഷനിൽ പോകുവാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു അവസരവും ഒരു ഭാഗ്യവും ലഭിച്ചു. This was a joint nation venture between Russia, Turkey and the United States. റഷ്യ, ടർക്കി ആൻഡ് അമേരിക്ക 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു എക്സ്പെഡിഷന്റെ ഭാഗമായിരുന്നു ഞാനും പോകുവാൻ ഇടയായത്. Turkey supplied the permission. They also supplied the gear that we would need to climb the mountain. ടർക്കി രാജ്യത്തിൽ അവർ പെർമിഷൻ തരികയും അവർ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാമഗ്രികൾ തരികയും ചെയ്തു. Russia supplied the helicopter and all of the high-tech equipment that we would need. റഷ്യയിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഹെലികോപ്റ്ററും അതുപോലെ ഹൈടെക് എക്വിപ്മെന്റ്സും അവർ നൽകുവാനിടയായി. And America supplied the money. അമേരിക്കക്കാര് ആവശ്യത്തിന് കാശും ചെലവാക്കി. And also the research team. There were 8 of us. മാത്രമല്ല റിസർച്ച് ടീമും അമേരിക്കയിൽ നിന്നായിരുന്നു. 8 പേരോളം അമേരിക്കയിൽ നിന്നുണ്ടായിരുന്നു. We also had the BBC with us, the media. മീഡിയ, BBC ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. The Discovery Media and the CNN. ഡിസ്കവറി മീഡിയയും CNN-ഉം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. And they were there to cover the expedition. ഈ എക്സ്പെഡിഷനെ മീഡിയയിൽ അവർ പരസ്യമായി കാണിക്കുവാൻ അവർ കൂടെ ഉണ്ടായിരുന്നു. As well as the National Geographic. നാഷണൽ ജിയോഗ്രഫിക്കും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. And it was why I was chosen, I would never know. എന്നെ എന്തിനു തെരഞ്ഞെടുത്തു ഒരുപക്ഷേ എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. But we were divided up. The team was divided up into 2 for each team. 2 men would share a tent. We would share. He was my partner that I would take care of him. 2 പേർ ഒരുമിച്ച് ഒരു ടെന്റിൽ പാർത്ത് അങ്ങനെ ഒരു ടീമായി ഈ 2 പേരെ ആക്കി അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചത്. And my teammate was Dr. Walter Brown.
എന്റെ കൂടെ ടീംമേറ്റായി വന്നത് ഡോക്ടർ വാൾട്ടർ ബ്രൗൺ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു. Dr. Brown was the most intelligent man I've ever met. ഞാൻ കണ്ടിട്ടുള്ളതിലും ഏറ്റവും ബുദ്ധിശാലിയായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ബ്രൗൺ. He has forgotten more about mathematics than what I will learn in 3 lifetimes. ഞാൻ മൂന്ന് പുരുഷായുസ് മുഴുവൻ ജീവിച്ചാൽ എനിക്ക് പഠിക്കുവാൻ കഴിയുന്ന അത്രയും മാത്തമാറ്റിക്സ് പുള്ളി ആ ചെറിയ ചുരുക്കം കാലം കൊണ്ട് മറന്നു കഴിഞ്ഞു. He was a genius in mathematics and physics. മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ആർക്കും വെല്ലുവിളിക്കുവാൻ കഴിയാത്ത ഒരു കഴിവുണ്ടായിരുന്നു. And we made a number of trips in the helicopter around Mount Ararat. അറാറത്ത് പർവ്വതത്തിന് ചുറ്റും പല പ്രാവശ്യം ഞങ്ങൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു. And we did see this object sticking out of the ice. ഈ ഒരു വസ്തുത ആ ഐസിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. And so we tried to land the helicopter on top of the mountain. ആ അറാറത്ത് പർവ്വതത്തിന്റെ മണ്ടയിൽ ഹെലികോപ്റ്റർ ഇറക്കുവാൻ ഞങ്ങൾ പരിശ്രമിച്ചു. And we tried to rappel down about 1,000 meters. അങ്ങനെ 1000 അടിയോളം അതിന് താഴോട്ട് ഇറങ്ങുവാൻ ഞങ്ങൾ പരിശ്രമിച്ചു. But we couldn't get to the object, to the ship. പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും ഞങ്ങൾ കണ്ട ആ പെട്ടകത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല. So we had to go back down and then make arrangements to climb the mountain, see if we could get. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും വീണ്ടും ഹെലികോപ്റ്ററിൽ താഴ്വരയിൽ ഇറങ്ങി പിന്നെ പർവ്വതം കയറുവാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചു. And hopefully we could get to the object in that way. അങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് ആ വസ്തുത കണ്ടുപിടിക്കുവാൻ അത് കാണുവാൻ ആഗ്രഹിച്ചു. Now we did get an opportunity to go up there. ഞങ്ങൾ അവിടെ കയറി ചെന്നു. And I can tell you that there is a ship on Mount Ararat. അറാറത്ത് പർവ്വതത്തിൽ ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു വലിയ പടകുണ്ട്, ഒരു പടകുണ്ട് എന്ന് ഞങ്ങൾ കണ്ടു. It's made of wood. തടിയാൽ നിർമ്മിച്ചതാണ്. It's about 140 meters long. 140 അടിയോളം നീളം വരും. About 35 meters wide. ഏകദേശം 35 അടി വീതി. About 20 meters tall. പക്ഷേ 20 മീറ്റേഴ്സ് ഇല്ലെങ്കിൽ ഏകദേശം 60 അടി ഉയരം. And the walls are about 1.5 meters thick. ഏകദേശം 4.5 അടി വീതിയുള്ള അതിന്റെ പടകിന്റെ ഭിത്തി പലക. And the floor is slightly larger than that. അതിനേക്കാൾ thickness ഉള്ള അതിന്റെ അടിവശം. But the search for Noah's Ark is another sermon. ഞാൻ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് ശുശ്രൂഷിച്ചിട്ടുള്ള let me ask how many of them have heard it. അത് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? Okay. Maybe less than 50%. Okay. Well, while we were on the mountain, ഞങ്ങൾ ആ പർവ്വതത്തിൽ കയറി ചെല്ലുമ്പോൾ then Iraq and the Iraqi war began. ഇറാഖിൽ യുദ്ധം ആരംഭിച്ചു. And Saddam Hussein said that the Kurdish rebels that were living on Mount Ararat were allies with America. സദാം ഹുസൈൻ പറഞ്ഞത് അറാറത്ത് പർവ്വതത്തിന്റെ ചുറ്റുപാടിൽ താമസിക്കുന്ന കർഡിഷ് ആൾക്കാര് ആ ജാതിയിൽപ്പെട്ടവർ അമേരിക്കയുമായി കരം കോർത്ത് ഞങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു എന്നവർ പറയുവാനിടയായി. There were 14 villages on Mount Ararat that were Kurdish villages. അറാറത്ത് പർവ്വതത്തിന് ചുറ്റും 14 ഗ്രാമങ്ങളിൽ കർഡിഷ് ആൾക്കാർ താമസിച്ചു വരുന്നവരുണ്ടായിരുന്നു. And about 4,000 people lived in those villages. ആ ഗ്രാമങ്ങളിൽ ഏകദേശം 4000 ആൾക്കാർ പാർത്തു വരുന്നു. And so the Kurds were allies with no one. ഈ കർഡ്സ് ഗ്രൂപ്പിൽപ്പെട്ട ഈ ആൾക്കാർ ആരുമായി അവർ അങ്ങനെ ഒരു ബന്ധം പുലർത്തുന്നു വരുന്നവരല്ലായിരുന്നു. But Saddam Hussein says that they were allies of America. പക്ഷേ സദാം ഹുസൈൻ പറഞ്ഞു ഇവർ അമേരിക്കക്കാരുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. And the Turks said that the Kurds were allies of Saddam. ടർക്കിഷ് ആൾക്കാർ പറഞ്ഞു ഈ കൂട്ടം ആൾക്കാർ ഈ പർവ്വതത്തിൽ പാർക്കുന്ന 4000 പേരോളം ആൾക്കാർ സദാം ഹുസൈന്റെ ആൾക്കാരാണ് എന്ന് ടർക്കിഷ് ആൾക്കാർ പറഞ്ഞു. So on a Wednesday morning when we were there climbing the mountain, ആ ബുധനാഴ്ച രാവിലെ ഞങ്ങൾ പർവ്വതം കയറി ചെല്ലുമ്പോൾ the Turks started firing artillery shells. ഈ കർഡ്സ് ആൾക്കാർ അവർ വലിയ ബോംബുകൾ ഞങ്ങൾക്ക് വിരോധമായി അയക്കുവാൻ ആരംഭിച്ചു. And the Saddam and the Iraqis started flying over Mount Ararat with bombings. ബോംബും കൊണ്ട് സദാം ഹുസൈന്റെ ആൾക്കാർ ഈ പർവ്വതത്തിന് ചുറ്റും പറക്കുവാൻ ആരംഭിച്ചു. So now the Kurds were being bombed by the Turks and the Iraqis. അങ്ങനെ കർഡ്സ് ആൾക്കാരെ ഇറാഖുകളും ടർക്കിഷ് ആൾക്കാരും രണ്ടുപേരുടെ സൈഡിൽ നിന്നും അവരെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. And we were in the middle. ഞങ്ങൾ അതിന്റെ നടുക്കായി പോയി പെട്ടുപോയി. And so we ran to the nearest cave that we could find. ഞങ്ങൾക്ക് കണ്ടെത്തിയ ഏറ്റവും അടുത്ത ഗുഹയ്ക്കകത്തോട്ട് ഞങ്ങൾ ഓടിക്കേറി. And so we stayed in the cave and hid from the bombs. ഈ ബോംബുകൾ ഞങ്ങളെ
ഞങ്ങൾക്ക് ദോഷം ചെയ്യാതെ ഞങ്ങൾ ഈ ഗുഹകൾക്കകത്ത് പാർത്തു. We were there for 2 days. 2 ദിവസങ്ങൾ ഞങ്ങൾ അവിടെ ആയിരിക്കേണ്ടി വന്നു. And then on the third day, there was a break in the bombing. മൂന്നാമത്തെ ദിവസം ഈ യുദ്ധത്തിന് ഒരു ചെറിയ ഒരു വിരാമം അവർ ഇട്ടു. And so I walked outside and I could see the top of the mountain. ഞാൻ അങ്ങനെ പുറത്തേക്ക് ചെന്നപ്പോൾ ഈ പർവ്വതത്തിന്റെ മുകൾ ഭാഗം എനിക്ക് കാണുവാനിടയായി. And I was going to walk out there to pray and ask the Lord, what am I doing here? ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. കർത്താവേ, ഈ സമയത്ത് ഇങ്ങനൊരു പരിസ്ഥിതിയിൽ എന്നെ ഇങ്ങോട്ട് അയക്കുവാൻ അങ്ങേക്ക് ഹിതം എന്താണ്? And while I was out there praying, I noticed on the top of the mountain, the entire top was covered with a rainbow. ഞാൻ ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ വലിയൊരു മഴവില്ല് നിൽക്കുന്നത് ഞാൻ കണ്ടു. It was very beautiful. നല്ല കാണുവാൻ മനോഹരം. That in the midst of all of this destruction, that there was a rainbow. ഈ യുദ്ധത്തിന്റെ നടുവിലും ഇതാ ഒരു വില്ല് അവിടെ ആകാശത്ത് ഞാൻ കണ്ടു. And it took my mind off of the destruction that was being done for the last 2 days. കഴിഞ്ഞ 2 ദിവസങ്ങൾ കണ്ട ആ വലിയ ഭയങ്കര ഭീകര അനുഭവത്തിൽ നിന്നും എന്റെ മനസ്സ് ഒന്ന് സ്വസ്ഥത പ്രാപിച്ചു. And then my partner, Dr. Brown, walked out. അതിനുശേഷം ഡോക്ടർ ബ്രൗൺ ആ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു വന്നു. And he pointed up to the rainbow. താൻ ആ വില്ലിലേക്ക് വിരൽ ചൂണ്ടി. He says, there's a major war going on up there. തനിങ്ങനെ പറഞ്ഞു, മുകളിൽ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. I said, well, I realize that. I've been hiding for 2 days just like you. ഞാൻ പറഞ്ഞു, ഞാനും നമ്മൾ ഒരുമിച്ചാണല്ലോ 2 ദിവസങ്ങൾ ഈ ഒളിച്ചിരുന്നത്. He said, no, I'm not talking about the man-made bombs. ഞാൻ പറയുന്നത് മനുഷ്യർ തമ്മിൽ ആക്രമിക്കുന്ന യുദ്ധത്തെക്കുറിച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. I'm talking about God. ഞാൻ പറയുന്നത് ദൈവത്തെക്കുറിച്ച്. He says to me, you know what a rainbow is? ബ്രൗൺ എന്നോട് ചോദിച്ചത്, ഈ മഴവില്ലിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? How is it made? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? I said, well, it's made with countless drops of ice and countless drops of water. അനേക ലക്ഷങ്ങൾ കോടികൾ ഒരുപക്ഷേ ചെറിയ ജലാംശങ്ങൾ ഇങ്ങനെ ആകാശത്തിൽ നിൽക്കുന്നത്, അതിന്റെ അകത്തൂടെ പ്രകാശം കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വസ്തുതയാണ് ഈ മഴവില്ല്. He said, that's true. അത് ശരിയാണ്. And when the sun shines through the drop of water or the piece of ice, it breaks the light into prism. ഈ സൂര്യന്റെ വെളിച്ചം ഈ വെള്ളത്തിലൂടെ ഈ ഐസിന്റെ ചെറിയ പാർട്ടിക്കിൾസിലൂടെ കടക്കുമ്പോൾ അത് വ്യത്യസ്ത നിറങ്ങളായി വിഭജിച്ചു വരുന്നു. But he said, you know what goes on within the rainbow? ആ മഴവില്ലിന്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? I said, no, I don't. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. He says that there are millions and millions and countless of millions of drops of water and ice up there. നമ്മൾക്കാർക്കും ഭാവനയിൽ കാണുവാൻ കഴിയാത്ത, ഒരിക്കലും നമ്മൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത അത്രയും വെള്ളത്തിന്റെ ചെറിയ അംശങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. And the sun goes through one drop or one ice crystal. ഒരു ചെറിയ അണുവിന്റെ അകത്തൂടെ ഇല്ലെങ്കിൽ ആ ചെറിയൊരു ഭാഗത്തിലൂടെ ഈ സൂര്യന്റെ വെളിച്ചം കടക്കുമ്പോൾ, And that goes through and bounces to another one. അതിലേക്കൂടെ കടന്ന് അടുത്തൊരെണ്ണത്തിലേക്ക് തട്ടുമ്പോൾ, And then to another one. അടുത്തടുത്ത് തട്ടുമ്പോൾ, And then to another one. അടുത്തടുത്ത് തട്ടുമ്പോൾ, Millions and billions of times. കോടിക്കണക്കിന് ഈ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ, But each time പക്ഷേ ഓരോ പ്രാവശ്യവും that the light goes through an ice crystal ഒരു ഐസ് ക്രിസ്റ്റലിന്റെ അകത്തൂടെ ഈ സൂര്യപ്രകാശം കടക്കുമ്പോൾ, or a moisture crystal, ഇല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശത്തിൽ കൂടെ കടക്കുമ്പോൾ, it produces energy. അവിടെ ഒരു വലിയ ശക്തിയുടെ ഒരു പകർച്ചയുണ്ട്. He says that one rainbow right there ആ ഒരു മഴവില്ലിന് മാത്രം has more energy in it than you can imagine. നിനക്ക് ചിന്തിക്കുവാനോ ഊഹിക്കുവാനോ കഴിയുന്നതിനേക്കാൾ അധികം ശക്തി അതിന്റെ അകത്തുണ്ട്. I say, well, I know it's beautiful. What do you mean by energy? അത് കണ്ടാൽ മനോഹരമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിന്റെ അകത്ത് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? He says, when this light goes through these ice crystals and these moisture crystals, it produces energy that's much like a bomb. ഈ സൂര്യന്റെ വെളിച്ചം ഇതിന്റെ അകത്തൂടെ കടന്ന് ഈ തരത്തിൽ ഇങ്ങനെ ഒരു മഴവില്ലായി മാറുമ്പോൾ ഒരു ബോംബ് സ്ഫോടനത്തിൽ ഉണ്ടാകുന്ന ശക്തിയേക്കാൾ അധികം ശക്തി അതിന്റെ അകത്തുണ്ടാകുന്നുണ്ട്. He says, in that one rainbow right there, ആ കാണുന്ന ഒരു മഴവില്ലിന്റെ അകത്ത് there is more energy in that one rainbow than that has been used in all wars and all battles since the time of Jesus. യേശു ക്രിസ്തുവിന്റെ
ഇഹലോകത്തിലെ വാസത്തിനു ശേഷം ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സകല യുദ്ധങ്ങളിലും പൊട്ടിത്തെറിച്ച സകല ബോംബുകളുടെയും മുഴുവൻ ശക്തിയും ഒരുമിച്ചിടുന്നതിനേക്കാൾ അധികം ശക്തി ആ ഒറ്റ മഴവിലിന്റെ അകത്തുണ്ട്. You take into consideration World War I, World War II. ഒന്നാം ലോക മഹായുദ്ധം, രണ്ട് മഹായുദ്ധങ്ങൾ എടുത്താൽ, your own war of independence here in India, ഭാരതത്തിൽ നടന്ന യുദ്ധം എടുത്താൽ, other wars that you've had with Pakistan since, പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ടും നടന്ന യുദ്ധങ്ങൾ എടുത്താൽ, the American Civil War, അമേരിക്കൻ സിവിൽ വാർ എടുത്താൽ, the Napoleonic Wars, പോളിയോണിക് വാർസ് എടുത്താൽ, the wars of Korea and Vietnam, വിയറ്റ്നാമിലും കൊറിയയിലും നടന്ന യുദ്ധങ്ങൾ എടുത്താൽ, even the dropping of the atomic bombs, ആറ്റം ബോംബിന്റെ ആ സ്ഫോടനം എടുത്താൽ, you take all of these energies that was used and all the ammunition and all the bombs, സകല സ്ഫോടന വസ്തുക്കളും സകല ബോംബുകളും പൊട്ടിത്തെറിച്ചതിന്റെ ശക്തി ഒരുമിച്ചെടുത്താൽ, and all of the wars and all the battles since the time of Jesus' death, യേശുവിന്റെ മരണശേഷം ഈ ഭൂമിയിൽ ഉണ്ടായ സകല യുദ്ധങ്ങളിലും ഉപയോഗിച്ച സകല ബോംബുകളുടെയും സ്ഫോടനത്തിന്റെ ശക്തി എടുത്ത് പരിശോധിച്ചാൽ, that one rainbow ഒറ്റ മഴവിലിന്റെ has അകത്ത് more energy than all of them. ഇതെല്ലാം കൂട്ടി വയ്ക്കുന്നതിനേക്കാൾ അധികം ശക്തി ആ ഒറ്റ മഴവിലിന്റെ അകത്തുണ്ട്. But God പക്ഷേ ദൈവം holds it all together. അതെല്ലാം സമാധാനത്തിനായി ദൈവകരങ്ങളിൽ വെച്ചിരിക്കുന്നു. He said there's enough energy to destroy this mountain and all of Turkey with it. ഈ മുഴുവൻ പർവ്വതത്തെയും ടർക്കി രാജ്യത്തെ മുഴുവനും കത്തിച്ചു കളയുവാൻ ആവശ്യമുള്ള ശക്തി ആ മഴവിലിന്റെ അകത്തുണ്ട്. And if you take just 10 rainbows that you see throughout the world, ലോകത്തിലൊക്കെയും കാണുന്ന 10 മഴവില്ലുകൾ ഒരുമിച്ചെടുത്താൽ, the energy that's released in those 10 rainbows ആ 10 മഴവില്ല് ഉണ്ടാകുവാൻ ഉള്ള ശക്തി ഒരുമിച്ചെടുത്താൽ can totally destroy the earth. ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു കളയുവാനുള്ള ശക്തി അതിൽ തന്നെയുണ്ട്. But God made a promise, പക്ഷേ ദൈവം ഒരു വാഗ്ദത്തം നൽകി. and He is in control. ദൈവം എന്നും, God has the ability കാര്യം ദൈവത്തിന് സകലതും to സാധ്യമാണ്. take all of this power ഈ സകല ശക്തിയും ഉപയോഗിച്ച് and all of this destruction ഈ സകല തകർക്കുന്ന ശക്തികളും ഒരുമിച്ച് and all the pain associated with it അതിന്റെ സകല വേദനകളും ഒരുമിച്ച് and make it into something beautiful. ഇതെല്ലാം ഇത്രയും ശക്തി ഒരുമിച്ച് തകർക്കുവാൻ സാധ്യതയുള്ളതിനെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ മനോഹരമായ ഒരു വസ്തുവാക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ദൈവത്തിന്റെ പക്കൽ കഴിവുണ്ട്. And not just anything beautiful, but the most beautiful of the beautiful. മനോഹരമായ ഏതാണ്ടൊരു വസ്തു എന്നല്ല, എല്ലാവർക്കും കാണത്തക്കതുപോലെ ഏറ്റവും മനോഹരമായ ഒന്ന് ആകാശത്തിൽ എല്ലാവരെയും കാണിക്കുവാൻ ദൈവം ഉണ്ടാക്കുവാൻ ശക്തനാണ്. The nations of the world now are very perplexed. ലോക രാജ്യങ്ങൾ ഇന്ന് വളരെയധികം വലിയ വലിയ പ്രതികൂലത്തിൽ കൂടെ പോകുകയാണ്. Europe is bankrupt. യൂറോപ്പിന് പണമില്ല. America is on its way to being bankrupt. അമേരിക്ക അതിന്റെ ബാങ്ക്രപ്റ്റ് ആകുവാനുള്ള അതിന്റെ വക്കിൽ നിൽക്കുകയാണ്. Trade deficits are astounding. വലിയ 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 പ്രശ്നങ്ങളിൽ കൂടെ സകല ബിസിനസ്സും പോകുകയാണ്. Everyone is afraid of China. എല്ലാവരും ചൈനയെ കണ്ട് വിറച്ചു നിൽക്കുകയാണ്. There is catastrophes going on in the world, and the only foreseeable future is more catastrophe. ഏറ്റവും വലിയ ദുർഘടങ്ങൾ മുൻപിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത്രയും വലിയ ദുർഘടങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്, പക്ഷേ ഇതിനേക്കാൾ വലിയ ദുർഘടമാണ് ഇതാ ലോകത്തിന് മുൻപിൽ വരുന്നത്. But if the governments of the world will just realize who holds it all together, പക്ഷേ ഗവൺമെന്റുകൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ ആരാണ് ഇതിന്റെ പിൻപിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കരങ്ങളിൽ വഹിക്കുന്നത് ആരാണെന്ന് ലോക ഗവൺമെന്റുകൾ തിരിച്ചറിഞ്ഞാൽ then they don't need to worry about the future. പിന്നെ അവർ ഭാരപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. Because God shows us every single day. കാര്യം ഓരോ ദിവസവും ദൈവം പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് With the rainbow in the sky. ആകാശത്തിൽ കാണുന്ന ഓരോ മഴവിലിന്റെയും പിൻപിൽ ഉള്ള With the rainbow in the water hose as you wash your car. ഒരു കാർ കഴുകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മഴവിലിന്റെ അനുഭവം. The rainbow at a waterfall. ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കാണുന്ന മഴവില്ല്. It reminds us of the power that God has. ദൈവത്തിന്റെ ശക്തിയുടെ ഒരു വലിയ ഓർമ്മ മാത്രമായി ഞാൻ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. Man has the ability to destroy. മനുഷ്യന് തകർക്കുവാനുള്ള ഒരു കഴിവ് അവൻ വർദ്ധിപ്പിക്കുന്നു. But God has the ability to take that as destructive
and make it beautiful. പക്ഷേ തകർക്കുവാൻ സാധ്യതയുള്ള കഴിവുള്ള ശക്തി ദൈവത്തിന്റെ കരങ്ങളിൽ വന്നു കഴിയുമ്പോൾ അതിനെ മനോഹര വസ്തുവാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ട്, ശക്തിയുണ്ട്, പദ്ധതിയുണ്ട്. And he can do the same for the governments of the world. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവം അത് ചെയ്യുവാൻ ശക്തനാണ്. If they would just look up to him. പക്ഷേ അവന്റെ മുഖത്തേക്ക് നോക്കുന്നവർ ഭാഗ്യവാന്മാർ. What about your life? നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? What type of catastrophes do you have? നിങ്ങളുടെ മുൻപിൽ കാണുന്ന ദുർഘടങ്ങൾ എന്താണ്? Maybe you're on the verge of bankruptcy. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ സാമ്പത്തിക തകർച്ചയുടെ വക്കിലായിരിക്കും. Maybe you're financially bankrupt. Your marriage is bankrupt. ഒരുപക്ഷേ നിങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ വലിയ തകർച്ചയിൽ കൂടെ പോകുകയായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം വലിയ തകർച്ചയിൽ കൂടെ പോകുകയായിരിക്കും. Your children have turned their back on you. ഒരുപക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാതെ നടക്കുകയായിരിക്കും. And the only thing you see around you is destruction. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ സകലതും തകർന്നതുപോലായിരിക്കും. Realize this. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയുക, The same God who made the rainbow മഴവില്ല് നിർമ്മിച്ച മനുഷ്യന് വേണ്ടി നിയമിച്ച ദൈവം can also take your life നിങ്ങളുടെ ജീവിതത്തെ കരങ്ങളിലെടുത്ത് and your difficulties നിങ്ങളുടെ സകല തകർച്ചകളും and the horrors that you are dealing with in your life, in your ഇന്നൊരു പക്ഷേ marriage. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നത്തിന്റെയും പിൻപിൽ And he can take it. അതൊക്കെയും ദൈവം കരങ്ങളിലെടുത്ത് It makes something beautiful out of it. അതിൽ നിന്നും ഏറ്റവും മനോഹരമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത് എന്നുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാലും. Hallelujah. But it takes you looking up to him. പക്ഷേ എന്താണ് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം? നിങ്ങൾ കണ്ണുയർത്തി ദൈവമുഖത്തേക്ക് നോക്കുക. He's already given you the promise. വാഗ്ദത്തം നിങ്ങളുടെ മുൻപിലുണ്ട്. He said, "Here I am. ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി, Here is your promise." നിങ്ങളുടെ വാഗ്ദത്തം ഇതാ, ഞാൻ നിങ്ങൾക്കായി ജീവിക്കുന്നു. Every day you can see it. ഓരോ ദിവസവും ഈ മഴവില്ല് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. On the aftermath of great catastrophe, you see it. ഓരോ പ്രാവശ്യവും ഒരു മഴ പെയ്തു കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുർഘടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളപ്പോൾ ഈ മഴവില്ല് നിങ്ങളുടെ മുൻപിൽ ദൈവം വെച്ചിട്ടുണ്ട്. When I was here last April, you had rained so much that I thought the flood was coming back. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ ഏപ്രിൽ മാസം വന്നപ്പോൾ ആ വലിയ മഴയൊക്കെ കണ്ടപ്പോൾ ഒരുപക്ഷേ ഇവിടെയും ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കത്തക്കതുപോലത്തെ സാഹചര്യമായിരുന്നു. But in the midst of that, പക്ഷേ അതിന്റെ നടുവിൽ I saw 2 rainbows രണ്ട് മഴവില്ല് ഞാൻ ശ്രദ്ധിച്ചു. over this city, ഈ പട്ടണത്തിന്റെ മുകളിൽ ഞാൻ അത് കണ്ടു. which is God's promise. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഓർപ്പിക്കുന്നു, I will not destroy you. ഞാൻ നിങ്ങളെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. I have your life in my control. നിന്റെ ജീവിതം എന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. And everything that would try to destroy it, അതിനെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന സകലത്തെയും I can take it. അതിനെയൊക്കെയും എന്റെ കരങ്ങളിൽ ഞാൻ പിടിച്ച്, and I will make your life beautiful. നിന്റെ ജീവിതം മനോഹരമാക്കുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. As most of you may know, ഒരുപക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ we are missionaries to Muslims. ഞങ്ങൾ മുസ്ലിം രാജ്യങ്ങളിൽ മിഷണറികളായി പ്രവർത്തിക്കുന്നവരാണ്. And most specifically Muslims in Egypt and Sudan. പ്രത്യേകിച്ചും സുദാനിലും ഈജിപ്തിലുമുള്ള മുസ്ലിംസിനെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. And in Libya. ലിബിയയിലുള്ള മുസ്ലിംസിനെയും. I remember I was meeting with some Bedouin people in the desert. ബെഡ്വിൻ ജാതിയിൽപ്പെട്ട, ഇല്ലെങ്കിൽ ഒരു സ്ഥിരതാമസമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ അവിടെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ, Bedouins are desert dwellers and they wanderers in the desert. മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്നത് പോലെ ഒരു സ്ഥിരതാമസമില്ലാതെ, അഡ്രസ് ഇല്ലാതെ നടക്കുന്ന ആൾക്കാരാണ് ബെഡ്വിൻസ്. They hire themselves out to have camel caravans through the deserts. അവർ ഒട്ടകങ്ങളിൽ ആൾക്കാരെ സഞ്ചാരത്തിന് കൊണ്ടുപോകുവാൻ ഒട്ടകങ്ങളെ വളർത്തുന്നവരും കൂടാണ്. Many of these people have accepted Christ as their Savior. അവരിൽ പലരും യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു കഴിഞ്ഞു. And they are not well liked by anyone. ആർക്കും അവരെ ഇഷ്ടമല്ല. Bedouins say everyone hates us and we hate everyone. ബെഡ്വിൻസ് പറയുന്നത് എല്ലാവരും ഞങ്ങളെ വെറുക്കുന്നു, ഞങ്ങളും എല്ലാവരെയും വെറുക്കുന്നു. And so even without the fact that some of them are Christians, their countrymen were trying to get rid of them. അവരിൽ പലരും ഈ ക്രിസ്തുവിനെ അംഗീകരിച്ചവരാകിയാൽ പ്രത്യേകിച്ചും അവരുടെ രാജ്യക്കാർ തന്നെ അവരെങ്ങനെയെങ്കിലും ഓടിച്ചു കളയുവാൻ പരിശ്രമിക്കും. But now even more so. പ്രത്യേകിച്ച് അവർ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് അധികം. Now that they've accepted Christ, അവർ ക്രിസ്തുവിനെ അംഗീകരിച്ചിരിക്കുകയാൽ then it's the obligation of the Islamic fundamentalists to eliminate them. ഇസ്ലാം
ഇസ്ലാമിന്റെ ആൾക്കാർ അവരെ തകർത്ത് കളയുവാൻ, അവരെ മുടിച്ചു കളയുവാൻ, കൊന്നു കളയുവാൻ പരിശ്രമിക്കും. And I was invited to speak at one of their meetings. അവരുടെ ഒരു കൂട്ടായ്മയിൽ പ്രസംഗിക്കുവാൻ എന്നെ ക്ഷണിച്ചു. And their meetings are not in a beautiful facility like this. ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലത്തല്ല അവർ പ്രാർത്ഥിക്കുവാൻ കൂടുന്നത്. They go from oasis to oasis to oasis to have their meetings. എവിടെയെങ്കിലും വെള്ളമുള്ള സ്ഥലം, മരുഭൂമിയിൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ അവർ അതിനു ചുറ്റും ഒരുമിച്ച് കൂടും, പ്രാർത്ഥിക്കും. അടുത്ത സ്ഥലത്ത് പോകും, പ്രാർത്ഥിക്കും. And they always have their meetings at night. രാത്രിയിൽ മാത്രമേ അവർക്ക് കൂട്ടായ്മ യോഗങ്ങളുള്ളൂ. Because they're afraid of the fundamentalists that are out there. കാര്യം പകൽ മുസ്ലിം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയും. And they usually have spies and those that are fundamentalists there in their meetings to try to disrupt it. അതിനെ തന്നെ ഇല്ലാതാക്കി കളയുവാൻ ഒറ്റുനോട്ടക്കാർ ആ പ്രദേശങ്ങളിലൊക്കെ ആൾക്കാരാക്കിയിട്ടുണ്ട്. And because of this, അത് നിമിത്തം they never announce where the next meeting will be. അടുത്ത മീറ്റിംഗ് എവിടെ ആയിരിക്കും എന്ന് ആരും അനൗൺസ് ചെയ്യത്തില്ല. Before they dismiss, അവർ പിരിയുന്നതിന് മുൻപേ they have everyone bow their head. എല്ലാവരും തലവണക്കി. And they say, we're going to pray to the Holy Spirit that He will show us where to go and when to meet. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എങ്ങോട്ട് പോകണം, അടുത്ത ഞങ്ങളുടെ കൂട്ടായ്മ എവിടെയായിരിക്കും എന്ന് ഞങ്ങളെ നയിക്കണം എന്നവർ പ്രാർത്ഥിക്കാറുണ്ട്. And the Holy Spirit does just that. പരിശുദ്ധാത്മാവ് കൃത്യമായി അത് ചെയ്യുന്നതും കാണാറുണ്ട്. He speaks to the heart. ഹൃദയത്തോട് സംസാരിക്കും. But the fundamentalists that are there, പക്ഷേ അവിടെയുള്ള വർഗീയവാദികൾ, they're not in communication with the Holy Spirit. അവർ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടക്കുന്നവരല്ല. So they don't know where the meeting is going to അതുകൊണ്ട് be. ഈ മീറ്റിംഗ് എവിടെ നടക്കുന്നതെന്നും അവർക്കറിയില്ല. And it's amazing. അത് ഭയങ്കര കാണുവാൻ രസമുള്ള You കാര്യം. can go to that particular place that the Holy Spirit is suggesting. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന നിയോഗമനുസരിച്ച് അവർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ചെല്ലും. And you can watch people coming from across the desert for 2 or 3 days straight. 2-3 ദിവസങ്ങൾ ഒരുമിച്ച് മരുഭൂമിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഒരുമിച്ച് കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും. And they don't sing praises like you did tonight. നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ പാടിയതുപോലെ അല്ല അവരുടെ പ്രാർത്ഥനാ യോഗം. Because their voice carries across the desert. കാര്യം ഒരു മരുഭൂമിയിലായതുകൊണ്ട് ശബ്ദം അധികം ദൂരം സഞ്ചരിക്കും. So when they sing praises to the Lord, they just go അവർ വാ തുറക്കാതെ ഏറ്റവും ചെറിയ ശബ്ദത്തിൽ മാത്രമേ അവർ മൂളി പാടുകയുള്ളൂ ഒരുമിച്ച് വന്നാലും. But the Lord knows what they're saying. പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനവും ദൈവം തിരിച്ചറിയുന്നു. They don't clap their hands. കരങ്ങൾ അടിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. And when you're speaking, you don't say amen. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാവരും ചേർന്ന് ആമേൻ പറയത്തില്ല. Because again, the voice will carry. കാര്യം ഒരുമിച്ച് ആമേൻ പറഞ്ഞാൽ അടുത്തുള്ളവർ ശ്രദ്ധിക്കും. And the speaker doesn't stand up, or no one stands up. ആരും എണീറ്റ് നിൽക്കത്തില്ല. Because you silhouette against the desert. കാര്യം ദൂരെ നിൽക്കുന്നവർക്ക് ഒരുപക്ഷേ കാണുവാൻ സാധിക്കും. And so we sit on the ground. അതുകൊണ്ട് എല്ലാവരും നിലത്തൊരുമിച്ചിരിക്കും. With the people gathered around us. ചുറ്റും ആൾക്കാർ ഒരുമിച്ചിരിക്കും. And I begin to teach them as softly as I can speak. ഏറ്റവും പെതിയെ അവരോട് ഞാൻ സുവിശേഷവും ദൈവവചനത്തിന്റെ സത്യങ്ങളും സംസാരിക്കും. On one of these nights, the gentleman who is in charge of the meeting, ഒരു രാത്രിയിൽ ഈ മീറ്റിംഗ് നടത്തുന്നതിൽ ഒരു വ്യക്തി he leaned over to me. എന്നോട് ഇങ്ങനെ പറഞ്ഞു. He says, "You see the 4 men behind you?" നിങ്ങളുടെ പിൻപിൽ കാണുന്ന I said, 4 വ്യക്തികളെ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു അതെ. I said, "Yes, I do." അതെ, ഞാൻ കണ്ടു. He said, "They've come to kidnap you tonight." ഇന്ന് രാത്രിയിൽ നിന്നെ പിടിച്ചോണ്ട് പോകുവാൻ വന്നിരിക്കുക. I said, "I'm glad you told me that." പറഞ്ഞത് നന്നായി. And so I didn't know what to do. എന്ത് ചെയ്യണം ഏതായാലും എനിക്ക് അറിയത്തുമില്ല. And I just felt the Lord say, പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിച്ചു. "Do what you've come here to do. Do what you've come here to do." നീ ഒന്നും ശ്രദ്ധിക്കണ്ട, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ വിശ്വസ്തയോടെ ചെയ്യുക. So I taught them. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു. And then after the meeting was over, which was about midnight, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു. I turned around and the men were gone. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ 4 വ്യക്തികൾ പോയി. Okay, so they changed their mind. അവർ പിടിച്ചോണ്ട് പോയില്ലല്ലോ, സാരമില്ല. Now in the desert, you can go to certain villages throughout the region. ആ പ്രദേശങ്ങളിൽ രാത്രിയിൽ പല ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലുവാൻ സാധിക്കും. And one time a week, there is a truck that makes a round of these villages. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ട്രക്ക് ഈ ഓരോ ഗ്രാമങ്ങളിലും കയറി ചെല്ലും. And this is a truck if you want to go back to the major city, if you want to go back to Tripoli or to Cairo.
കൈറോയിലോ അല്ലെങ്കിൽ ട്രിപ്പോളിയോ ഏതെങ്കിലും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ പോകണമെങ്കിൽ ഈ ട്രക്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരുന്ന ട്രക്കിൽ കയറിയാൽ മതി. പ്രധാന പട്ടണങ്ങളിൽ നിങ്ങളെ കൊണ്ടുപോകും. And you can take this truck back to that city, but you have to stay there for a week because it won't be for another week that you can come back. ട്രിപ്പോളിയിലോ മറ്റൊരു പട്ടണത്തിലോ ചെന്ന് കഴിഞ്ഞാൽ അടുത്തൊരാഴ്ചത്തേക്ക് ഈ ഗ്രാമങ്ങളിൽ മടങ്ങി വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരാഴ്ച പട്ടണത്തിൽ താമസിക്കുവാൻ സാധിക്കുന്നവർ മാത്രമേ പട്ടണത്തിലോട്ട് പോകുകയുള്ളൂ. So I needed to go into the city the next morning. പിറ്റേ ദിവസം രാവിലെ ഞാൻ പട്ടണത്തിലേക്ക് ചെന്നു. So I was going to ride my camel about 3 hours to the next city and be there in plenty of time to catch the truck. അടുത്ത ഗ്രാമത്തിൽ പോയാൽ 3 മണിക്കൂർ ഒട്ടകത്തിൽ സഞ്ചരിക്കണം. ആ ഒട്ടകത്തിന്റെ മണ്ടേ കയറിയിരുന്ന് 3 മണിക്കൂർ സഞ്ചരിച്ച് അടുത്ത ഗ്രാമത്തിൽ ചെന്നാൽ പട്ടണത്തിൽ കൊണ്ടുപോകുവാനുള്ള ട്രക്ക് അവിടെ വരും. So I had a headlight on and I had a compass, and then I was just riding my camel and knew where I was going. എന്റെ തലയിൽ ചെറിയൊരു ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്ത് കയ്യിലൊരു കോമ്പാസും വെച്ച് ഒട്ടകത്തെ ഇങ്ങനെ മണ്ടേ ഇരുന്ന് പോകുകയാണ്, യാത്ര ചെയ്യുകയാണ്. So I'd been riding about 20 minutes. 20 മിനിറ്റോളം ഞാൻ ഈ ഒട്ടകത്തിന്റെ മണ്ടയിൽ സഞ്ചരിച്ചു. I was alone. Okay. And I heard horses coming up behind me. ഞാൻ ഈ ഒട്ടകത്തിൽ ഏകദേശം 20 മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ പിൻപിൽ കുതിരകൾ വരുന്ന ശബ്ദം ഞാൻ കേട്ടു. And so I turned around. തിരിഞ്ഞു നോക്കിയപ്പോൾ And the beam of the light hit the man in the face behind me. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഹെഡ്ലൈറ്റിൽ നിന്നും എന്റെ പിൻപിൽ നിന്ന മനുഷ്യന്റെ മുഖം ഞാൻ കണ്ടു. And it was the 4 guys that had come to kidnap me that were now coming after me. ഈ 4 പേർ എന്നെ പിടിച്ചുകൊണ്ട് പോകുവാൻ വന്നവർ ഇപ്പോൾ എന്റെ പിൻപിൽ വന്നിരിക്കുകയാണ്. So when I turned around and the light hit him, they began to scream, "Stop in the name of Allah." അവർ എന്നെ കണ്ടുടനെ അവരുടെ മുഖത്തേക്ക് വെട്ടമടിച്ചോടനെ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ നാമത്തിൽ അവിടെ നിൽക്കുക. We command you to stop, you blasphemer. Stop in the name of Allah. You blaspheme Muhammad. You blaspheme Allah. നീ അല്ലാഹയെയും നീ മുഹമ്മദിനെയും കുറിച്ച് ബ്ലാസ്ഫീം, അതായത് ദൈവദോഷം പറഞ്ഞു, അതുകൊണ്ട് നീ അവിടെ നിൽക്കുക. And so I started running faster. ഞാൻ കുറച്ചും കൂടെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ ആരംഭിച്ചു. But horses travel faster than camels. ഒട്ടകത്തേക്കാൾ വേഗത്തിൽ കുതിരകൾ സഞ്ചരിക്കാറുണ്ടല്ലോ. And so I came up with an idea. അതുകൊണ്ട് എന്റെ പെട്ടെന്ന് മനസ്സിലൊരു ചിന്ത വന്നു. I would wait until I got to the next sand dune or sand hill, then I would jump off. ഞാൻ അടുത്തൊരു മണലിന്റെ ഒരു ഡ്യൂൺ, അത് മണലിന്റെ ഒരു കൂന വരുമ്പോൾ അതിന്റെ പിൻപിൽ കാണാൻ വയ്യാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടും, ഒട്ടകത്തിന്റെ മണലിൽ എടുത്ത് ചാടും. And then these men would follow the camel and I would be okay. ഈ മനുഷ്യർ ഒട്ടകത്തിന്റെ പുറകെ പോയിക്കോളും, ഞാൻ രക്ഷപ്പെടും. So that's what I did. ഞാൻ അങ്ങനെ ചെയ്തു. The next sand hill I jumped off. അടുത്ത മണൽ കൂന വന്നപ്പോൾ ഞാൻ എടുത്ത് ചാടി. And the 4 men did follow my camel. ആ ഒട്ടകത്തിന്റെ പുറകെ 4 ആൾക്കാർ അങ്ങ് പോയി. And when they caught the camel, they noticed I wasn't there, so they came back. ഒട്ടകത്തെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇല്ലെന്ന് അവർ മനസ്സിലാക്കി, അവർ മടങ്ങി വന്നു. But I had a difficulty. എനിക്കൊരു ചെറിയ പ്രശ്നവും ഉണ്ടായിരുന്നു. When I hit the ground, ഞാൻ നിലത്ത് ചെന്ന് വീണപ്പോൾ I broke my light. എന്റെ ലൈറ്റ് പൊട്ടിപ്പോയി. I broke my compass. എന്റെ കോമ്പസ് പൊട്ടിപ്പോയി. And I broke my left hip. എന്റെ ലെഫ്റ്റ് ഹിപ്പും ഒടിഞ്ഞുപോയി. And so I rolled down to the bottom of the hill and covered myself with sand. ഞാൻ അതുകൊണ്ട് ഉരുണ്ട് ആ മണൽക്കൂണയുടെ താഴെ വരെ ചെന്ന് അവിടെ എന്റെ മേത്ത് മണൽ മുഴുവൻ മൂടി ആരും കാണാതിരിക്കുവാൻ അത് ചെയ്തു. And so they did come back. അവർ മടങ്ങി വന്നു. And they searched for maybe an hour and a half, 2 hours. 1.5 മണിക്കൂർ 2 മണിക്കൂറോളം അവർ എനിക്ക് വേണ്ടി അന്വേഷിച്ചു. And they didn't find me good. അവരെന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. But after they left, I got up. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. And I was blaming God. ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞു. I said, God, you brought me here. ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. Couldn't you even protect my hip? എന്റെ അസ്ഥി ഒടിയാതെ സൂക്ഷിക്കാൻ വയ്യായിരുന്നു. What am I doing out here just for you? ഞാൻ ഇവിടെ അങ്ങയുടെ നാമത്തിൽ എന്താണ് ഈ ചെയ്യുന്നത്? And this is what happens. ഇങ്ങനാണോ എനിക്ക് സംഭവിക്കുന്നത്? And I complained and complained and complained. ഞാൻ ഒത്തിരി ദൈവത്തോട് എന്റെ ആവലാതി അറിയിച്ചു. I was in the middle of the Sahara Desert. സഹാര മരുഭൂമിയുടെ നടുവിൽ. There was no moon out that night yet. അന്ന് രാത്രിയിൽ അവിടെ വെളിച്ചമില്ല. Dark. ഇരുണ്ട അനുഭവം. No light. വെളിച്ചമില്ല. No compass. കോമ്പസ് ഇല്ല. It was God's fault. ദൈവത്തിന്റെ കുറ്റം. And so as I was dragging my leg, not knowing where I was going, എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ
ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ I said, God, you have forsaken me. Why am I here even? എന്നെ എന്തിനാണ് കൈവിട്ടത്? എന്താണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത്? I have made a major mistake. എന്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു തെറ്റ് കാണിച്ചു. I should have left Egypt many years ago. പല വർഷങ്ങൾക്ക് മുൻപേ ഈജിപ്തിലുള്ള ഈ ശുശ്രൂഷ വിട്ടേച്ച് എന്റെ വീട്ടിൽ അമേരിക്കയിൽ പോയി ജീവിച്ചാൽ മതിയായിരുന്നു. These Libyans are not worth this. ഈ ലിബിയക്കാർക്ക് വേണ്ടി ഇത്രയും അധ്വാനിക്കുന്നതിന്റെ ഒരു ഫലവുമില്ല. And then after walking this way for quite some time, അനേക സമയങ്ങൾ വളരെ ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ I walked around a sand hill. ഒരു മണൽക്കൂനയ്ക്ക് അടുക്കൽ And there was my camel kneeling down waiting for me. എന്റെ ഒട്ടകം അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. So I got on the camel. അങ്ങനെ ഞാൻ ഒട്ടകത്തിന്റെ മണ്ടേ വീണ്ടും കയറി. Now, if any of you are ever lost in the desert, ആരെങ്കിലും മരുഭൂമിയിൽ എപ്പോഴെങ്കിലും അലഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, and you're riding a camel, ഒട്ടകത്തിന്റെ മേൽ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, I'll tell you how to get out of the desert. ഒട്ടകത്തിന്റെ മേളിലിരുന്ന് മരുഭൂമിയുടെ വെളിയിൽ വരാനുള്ള എളുപ്പവഴി പറഞ്ഞു തരാം. Our camel has a very good sense of smell. ഒട്ടകത്തിന് മണം പിടിക്കുവാനുള്ള വലിയ കഴിവുണ്ട്. He can smell carbon monoxide for many, many miles. കാർബൺ മോണോക്സൈഡ് വളരെ ദൂരത്തുനിന്ന് അതിന് മണത്തറിയുവാൻ സാധിക്കും. He associates carbon monoxide with a village. ഒരു ഗ്രാമവുമായി ഈ മണത്തെ തുലനപ്പെടുത്തുന്നു. And he associates a village with food. ആഹാരവുമായി ഇതിനെ അത് ഒരുമിച്ച് ചിന്തിക്കും. So I just drop the rein of the camel. അതുകൊണ്ട് ഇതിനെ നയിക്കുന്ന കടിഞ്ഞാണൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞാൽ, Then let him walk. അവന് ഇഷ്ടമുള്ളിടത്തൂടെ പോയിക്കോട്ടെ. And as he walked, I had to repent to the Lord. ഈ ഒട്ടകം നടന്നു തുടങ്ങിയപ്പോൾ ഞാൻ കർത്താവിനോട് എന്റെ കുറ്റമൊക്കെ ഏറ്റുപറയാൻ തുടങ്ങി. But I still wasn't absolutely certain that this is what God wanted me to do. പക്ഷേ ഇത് തന്നെയാണോ ദൈവം എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ള ദൈവഹിതത്തിന്റെ പൂർണ്ണത അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. And the thing that kept bothering me was this. എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചിന്ത ഇതാണ്: Why couldn't God protect me? ദൈവം എന്നെ എന്തും കൊണ്ട് കാത്തു സൂക്ഷിച്ചില്ല? Why couldn't God resolve this issue with these terrorists? ഈ ടെററിസ്റ്റിന്റെ മുൻപിൽ എന്നെ എന്തും കൊണ്ട് ദൈവം സഹായിച്ചില്ല? I didn't understand. എനിക്ക് മനസ്സിലാകുന്നില്ല. But just as the sun was coming up, പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ we were walking into this village. ഞങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് കടക്കത്തക്കതുപോലെ ഒട്ടകം നടന്നു. It was the same village that I was going to the night before. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഏത് ഗ്രാമത്തിൽ ചെല്ലുവാൻ ആഗ്രഹിച്ചോ അതേ ഗ്രാമത്തിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. And the truck was already there. അവിടെ ട്രക്ക് വന്നും കഴിഞ്ഞു. And it had a flat in the village. അതിന്റെ ടയർ പഞ്ചറായി പോയി. And so the man had put the tire on the truck. അതുകൊണ്ട് ആ ടയർ ട്രക്കിന്റെ അകത്ത് എടുത്തിട്ട് and he was washing the mud off of the tire. ആ ടയറിൽ ഉണ്ടായിരുന്ന മണ്ണെല്ലാം ഒന്ന് കഴുകി കളയുകയായിരുന്നു. And just as I turned the corner and began to approach the truck, ആ ട്രക്കിന്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ I saw a rainbow ഒരു മഴവില്ല് in the water. ടയർ കഴുകുന്ന വെള്ളത്തിന്റെ മീതെ ഒരു മഴവില്ല് കാണുവാനിടയായി തീർന്നു. In the mist that he was washing the tire with. ആ ടയർ കഴുകുന്ന പ്രഷറിൽ വെള്ളം അടിച്ചുയർന്ന മിസ്റ്റിന്റെ അകത്ത് ഒരു മഴവില്ല് ഞാൻ ശ്രദ്ധിച്ചു. I don't know if it was for anyone else. അത് മറ്റൊരാൾക്ക് വേണ്ടി ദൈവം നിയമിച്ചതാണോ എനിക്കറിയില്ല. But I know that it was for me. എനിക്ക് വേണ്ടി ദൈവം നിയമിച്ചാക്കി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. Because God was telling me, ദൈവം എന്നോട് പറയുവാൻ ആഗ്രഹിച്ചത്, I don't make mistakes. എന്റെ കയ്യിൽ ഒരിക്കലും ഒരു തെറ്റ് പറ്റുകയില്ല. They could have killed you. ഒരുപക്ഷേ അവർക്ക് നിന്നെ കൊന്നുകളയുവാൻ സാധിക്കുമായിരുന്നു. I have you in the palm of my hand. നിന്നെ എന്റെ ഉള്ളം കയ്യിൽ ഞാൻ വഹിച്ചിരിക്കുകയാണ്. I have the tragedies in your life in my hand. നിന്റെ ജീവിതത്തിൽ നടന്ന സകല ദുഃഖങ്ങളും എന്റെ കയ്യിൽ തന്നെ നീ സുരക്ഷിതം. The difficulties that you face, that you think there's no way out, they are in my hands. ഒരിക്കലും നീ പുറത്തു വരികയില്ല എന്ന് വിചാരിച്ചിരുന്ന വലിയ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ ആ സമയത്തും നീ എന്റെ ഉള്ളം കയ്യിൽ വഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. I am protecting you. ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. And when I called you, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ I did not call you because it was a mistake. ഞാൻ നിന്നെ വിളിച്ചത് എന്റെ പക്കൽ വന്ന ഒരു തെറ്റല്ല. And since that time, ആ സമയം മുതൽ I have had doubts on occasion. I've had doubts. എനിക്ക് എന്റെ ജീവിതത്തിൽ സംശയങ്ങൾ വന്നിട്ടുണ്ട്. But never to the extent that I was going to leave before God was finished. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികൾ എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി വെളിപ്പെടുന്നിടം വരെ ഞാൻ പിന്മാറുകയില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. Now every time I see a rainbow, എവിടെയെങ്കിലും ഒരു മഴവില്ല് ഞാൻ കാണുമ്പോൾ I'm reminded of that camel ride into the village. ആ ഗ്രാമത്തിലേക്ക് എന്റെ ഒട്ടകം നടന്നു ചെല്ലുന്ന
ആ ദൃശ്യം എന്റെ മനസ്സിൽ വരാറുണ്ട്. And every time I step off of a step, ആ ഒരു പടി ഞാൻ എവിടെങ്കിലും ഇറങ്ങി ചെല്ലുമ്പോൾ, and I have a pain that goes up through my hip, എന്റെ ഹിപ്സിൽ കൂടെ ഒരു വേദന എപ്പോഴെങ്കിലും വരുമ്പോൾ, then I'm reminded that God protected me. ദൈവം എന്നെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തത എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. And it's a reminder ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, that I'm to be thankful to my God ഞാൻ എന്റെ ദൈവത്തോട് നന്ദിയുള്ളവന് every day of my life. എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും. With you, He will do the same. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇത് തന്നെ ചെയ്യും. If God can hold the rainbow in place, മഴവില്ല അതിന്റെ സ്ഥാനത്ത് ആക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, and the destructive power that's within that rainbow, അതിന്റെ അകത്ത് തകർത്ത് കളയുവാനുള്ള ശക്തി നിയമിക്കപ്പെട്ടെങ്കിൽ, so much power that it could destroy all of us in this room and many thousands of more. വളരെ 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 വലിയ തകർക്കുന്ന ശക്തി അതിന്റെ അകത്ത് ദൈവം ഒതുക്കി തീർത്തെങ്കിൽ, But God does not allow it to happen. പക്ഷെ സമ്മതിക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. He chooses beauty instead of destruction. നിനക്ക് തകർച്ചയ്ക്കും വിലാപത്തിനും ദുഃഖത്തിനും പകരം അനുഗ്രഹവും നന്മയും മനോഹരത്വവും നൽകുവാൻ ദൈവത്തിന് കഴിയും. ദൈവം ആഗ്രഹിക്കുന്നു. And so will He do for you. നിങ്ങൾക്ക് വേണ്ടി അത് ദൈവം ചെയ്തിരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Regardless of your circumstance, നിന്റെ സാഹചര്യം എങ്ങനെയുമായിരിക്കട്ടെ, God is still God. ഇന്നും ദൈവം സിംഹാസനത്തിൽ ഇരുന്നരുളുന്നു. And He makes beauty out of your life. നിന്റെ ജീവിതത്തിൽ അവൻ സൗന്ദര്യം വർദ്ധിപ്പിക്കും.